ഹലോ ഗ്രീൻ മീഡിയാസിലേക്ക് സ്വാഗതം. ഡയസീറെ ചിത്രം ഇന്നലെ തന്നെ പ്രീമിയർ ഷോ കണ്ടിരുന്നു. ഇന്ന് സിനിമ ഗംഭീരമായിട്ട് ആളിക്കത്തുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ ആ ഒരു റിവ്യൂ ഒന്നും ചെയ്തിട്ട് വലുതായി ആളിക്കത്തുന്ന കാര്യം നമ്മുടെ ചാനലിൽ കണ്ടില്ല. എന്തായാലും നമ്മൾ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ഡയസീറെ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ചിത്രം പ്രണവ് മോഹൻലാൽ, ജിബിൻ ഗോപിനാഥ്, സ്വാതി ദാസ് തുടങ്ങിയവർ ഗംഭീര പെർഫോമൻസിലൂടെ ഞെട്ടിച്ച സിനിമ എന്ന് തന്നെ നമുക്കിവിടെ വിലയിരുത്താം. അതായത് മലയാളത്തിലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഹൊറർ മൂവിയായിട്ട് വരുന്നു. മണിക്കൂറിൽ 15,000-ഓളം ടിക്കറ്റുകൾ, 14,500-ഓളം ടിക്കറ്റുകൾ, 13,000 ടിക്കറ്റുകളാണ് ഓരോ മണിക്കൂറിലും എങ്ങനെ മിന്നി മാറി മാറി കയറി വരുന്ന സംഭവമായി വരുന്നത്. പ്രീമിയറിലൂടെ മാത്രം സിനിമയ്ക്ക് 80 ലക്ഷം തൊട്ട് 90 ലക്ഷം രൂപയോളമാണ് വന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ഒക്ടോബർ 30-ന് 2 ഷോകൾ വെച്ച് മിക്ക തിയേറ്ററിലും ഉണ്ടായപ്പോൾ 157-ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 44,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയെന്നും 80% ഒക്യുപ്പൻസിയിലാണ് സിനിമയ്ക്ക് 80 ലക്ഷം രൂപയോളം വന്നതായി ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. അതായത് 90 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇന്നലെ തന്നെ സിനിമ നേടിയത്. ഇന്ന് ആദ്യ ദിനത്തെ ആ ഒരു മികച്ച ഞെട്ടിപ്പിക്കുന്ന ആ ഒരു പ്രേതകഥ ഇന്ന് ഗംഭീരമായിട്ട് തീയാകുന്ന കണ്ടു. 1,209 ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 1,40,000 ടിക്കറ്റാണ് ഇതുവരെ ഇപ്പോൾ വിറ്റുപോയിരിക്കുന്നത്. സിനിമ അക്ഷരാർത്ഥത്തിൽ കത്തിക്കയറുകയാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതായത് ഓരോ മണിക്കൂറും ഇങ്ങനെ കൂടുകയാണ്. നമ്മൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് നോക്കിയപ്പോൾ 13,000 ടിക്കറ്റാണ് വിറ്റുപോയതെങ്കിൽ കഴിഞ്ഞ മണിക്കൂറിൽ 14,500-ഓളം, ഇപ്പോൾ 15,000-ലേക്ക് അത് ടച്ച് ചെയ്യുന്നു. അങ്ങനെ ഒരു കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇതുവരെയുള്ള തിയേറ്റർ ഒക്യുപ്പൻസി ആയിട്ട് വന്നിരിക്കുന്നത് ഏകദേശം 40%. നാളെയും മറ്റന്നാളും ഇത് ഏകദേശം 70 തൊട്ട് 85 വരെയുള്ള രീതിയിലേക്ക് കയറും എന്നുള്ളതാണ്. വേൾഡ് വൈഡായിട്ട് 1000-ഓളം തിയേറ്ററുകളിലാണ് സിനിമ ഓടുന്നത്. ഇതുവരെ സിനിമയുടേതായി വന്നിരിക്കുന്ന ട്രാക്ഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം 2,31 ലക്ഷം രൂപയോളമാണ് ട്രാക്കേഴ്സ് മുഖാന്തരം പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഏറെക്കുറെ 3 കോടിയോളം ഇന്നും നേടിയിരിക്കുന്നു. അതായത് ട്രാക്കിങ്ങിലൂടെ മാത്രം 3,07 ലക്ഷം രൂപയാണ് ഇന്നത്തെ കളക്ഷനായിട്ട് ഈ 2 ദിവസത്തെ കളക്ഷനായി പുറത്തു വരുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ ഇന്ന് തന്നെ 4 കോടിയിലേക്ക് ടച്ച് ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. ഇന്നത്തെ കളക്ഷൻ മാത്രമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു 3.5 കോടിക്ക് മുകളിലേക്ക് വരും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. കാരണം ഇതുവരെ 2,31 ആയിരിക്കുന്നു. ഇനിയും മണിക്കൂറുകൾ കഴിയുമ്പോൾ ഇതേപോലെ തന്നെ കുമിഞ്ഞു കൂടുന്ന കളക്ഷൻ നമുക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഒപ്പം രാഹുൽ സദാശിവൻ്റെ മികച്ച സിനിമ ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. അതായത് ഭൂതകാലവും ഭ്രമയുഗവും ഇപ്പോൾ ഇതാ ഡയസീറയും എല്ലാം ഒരേപോലെ ഒന്നിനൊന്നിന് മുകളിൽ നിൽക്കുന്ന ചിത്രങ്ങൾ. അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.